കാസർഗോഡ് ഒരു കുടുംബത്തിലെ 3 പേർ ആത്മഹത്യ ചെയ്ത നിലയിൽ എന്ന വാർത്തയെത്തുന്നു. അച്ഛനും അമ്മയും മകനുമാണ് മരിച്ചത്. സാമ്പത്തിക പ്രശ്നങ്ങളാണ് ആത്മഹത്യയ്ക്ക് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. സിജു കണ്ണൻ കാസർഗോഡും ചേരുകയാണ്. സിജു, ഏറ്റവും സങ്കടപ്പെടുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തിയത്. ഒരു കുടുംബത്തിലെ 3 പേർ, അച്ഛനും അമ്മയും മകനും ആത്മഹത്യ ചെയ്തിരിക്കുന്നു. സിജു, എന്താണ് കാരണമെന്നാണ് അറിയാൻ കഴിയുന്നത്? ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ ആത്മഹത്യക്ക് കാരണമെന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നാട്ടുകാർ ആ രീതിയിലാണ് ആ കാര്യങ്ങൾ പറയുന്നത്. ഒരു കുടുംബത്തിലെ 3 പേരാണ് ആത്മഹത്യ ചെയ്തത്. അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പറക്കളായിയിലെ ഒണ്ടാം പുളിക്കലിലെ ഗോപി, 60 വയസ്സുകാരനായ ഗോപി, ഭാര്യ ഇന്ദിര, മൂത്ത മകൻ രഞ്ജേഷ് എന്നിവരാണ് മരിച്ചത്. ഇളയ മകൻ രാകേഷ് കൂടി ഗുരുതരാവസ്ഥയിലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാകേഷിനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആസിഡ് കുടിച്ചാണ് ഇവർ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ 3 പേരാണ് ഇപ്പോൾ മരണപ്പെട്ടത്. ഒരാൾ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു. പുലർച്ചയോടുകൂടിയാണ് നാട്ടുകാർ വിവരമറിഞ്ഞത്. ഉടൻ തന്നെ ഇവരെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമം തുടങ്ങി. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് 3 പേർ മരിച്ചത്. രാകേഷ് ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണെന്ന വിവരമാണ് ലഭിക്കുന്നത്. കർഷകരായ ഗോപിയും കുടുംബവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്നു എന്ന വിവരമാണ് നാട്ടുകാർ നൽകുന്നത്. മനു, അവരുടെ ഒരു പശ്ചാത്തലം അങ്ങനെയുള്ളതാണോ? അപ്പോൾ കർഷകരായിരുന്നു, ഏതാണ്, ബാങ്ക് ലോണുകളാണോ അതോ മറ്റ് തരത്തിലുള്ള കടങ്ങളായിരുന്നോ? അതിൽ ഏതെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ സിജു? ഇപ്പോൾ അക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്നു എന്ന വിവരം മാത്രമാണ് ഇപ്പോൾ നാട്ടുകാർ നൽകുന്നത്. അതിന്റെ ഒരു മാനസിക ബുദ്ധിമുട്ടിലായിരുന്നു ദിവസങ്ങളായി ഇവർ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പോലീസ് ഇവിടെ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. വീട്ടിൽ പരിശോധന നടത്തുന്നുണ്ട്. മറ്റ് കൂടുതൽ വിവരങ്ങൾ പിന്നീട് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുലർച്ചയോടുകൂടിയാണ് ഈ വലിയൊരു ദുരന്തം. കുടുംബത്തിലെ 4 പേർ ആത്മഹത്യക്ക് ശ്രമിച്ച വിവരം നാട്ടുകാർ അറിയുന്നത്. ഉടൻ തന്നെ ഇവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നാട്ടുകാർ തുടങ്ങി. വാഹനം ആംബുലൻസ് വിളിച്ച് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ഗോപിയും ഇന്ദിരയും മകൻ രഞ്ജേഷും മരിച്ചത്. മറ്റൊരു മകൻ രാകേഷ് ഗുരുതര നിലയിൽ ഇപ്പോഴും പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്.